ഹലോ ഗൈസ്. അതെ, ഹലോ ഗൈസ്. ഇന്ന് പെങ്ങളെ വീട്ടിലാണുള്ളത്. ഉച്ചയ്ക്ക് എത്തിയതായിരുന്നു. അവിടെ എത്തി പെങ്ങളുടെ കുട്ടികളായിട്ട് കുറച്ച് നേരം കളിച്ചു. ഞാനവിടെ ഏകദേശം ഉച്ചയാകുമ്പോഴേ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവൾ ഓൾറെഡി മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവളുണ്ടാക്കിയോണ്ട് പറയല്ല, എന്താണെന്നറിയില്ല, നല്ല കിടലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കുട്ടികളെ വെച്ച് കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. എണീച്ചപ്പോഴുള്ള അവൾ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സും റെഡിയാക്കി. നല്ല ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇനി രാത്രി നമ്മുടെ സമത കുന്നകുളത്തിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട്, അവിടേക്ക് പോയി. യുഎഇയിലെ കുന്നകുളത്ത് നിന്നുള്ള മികച്ച 9 ടീമുകളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ്. ഗൈസ്, ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ് ഇവിടെ അജ്മാനിൽ. അപ്പോൾ നമ്മളൊരു പൊളി പൊളിക്കും. നേരത്തെ പറഞ്ഞ പോലെ കുന്നംകുളം ഏരിയയിലെ 9 ടീമുകളാണ് ഇന്നിരിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ്. അതിൽ നമ്മുടെ ടീം സമത കടവല്ലൂർ. നമ്മുടെ ജേഴ്സി പ്രകാശ് ചെയ്തു. എങ്ങനെയുണ്ട്? എല്ലാവർക്കും നമസ്കാരം. അധികം ഫോർമലായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. പിന്നെ ടൂർണമെൻ്റ് ഒഫീഷ്യൽ ചടങ്ങുകൾ തുടങ്ങി. ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് മലയാളി കൂടിയായിട്ടുള്ള UAE ഇൻ്റർനാഷണൽ പ്ലെയർ വിഷ്ണു സുകുമാരനായിരുന്നു. അത് കഴിഞ്ഞ് കളിയൊക്കെ തുടങ്ങാൻ വേണ്ടി ടോസ് ചെയ്തു. നമുക്ക് ടോസ് കിട്ടി, നമ്മൾ ബോളിംഗ് തിരഞ്ഞെടുത്തു. പിന്നെ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ടീമിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ക്യാപ്റ്റൻ ഷെഫീഖ് തന്നു. കളിയൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു, പക്ഷേ കാര്യം ഉണ്ടായില്ല. നൈസായിട്ട് ഫസ്റ്റ് കളി തന്നെ പൊട്ടി. പിന്നെ നമുക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ വേറെ കളികളുണ്ടായിരുന്നു. നമ്മളെ കളികളൊക്കെ ജയിച്ചെങ്കിലും റൺ റേറ്റിൻ്റെ വ്യത്യാസം കാരണം നമുക്ക് ഫൈനലിൽ കിടക്കാൻ പറ്റിയിട്ടില്ല. രാത്രി ഫുള്ള് കിടിലം കളികളായിരുന്നു മറ്റുള്ള ടീംസിൻ്റെ ഒക്കെ. ഫൈനലാകുമ്പോഴത്തേക്കും നേരം വെളുത്തു. ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നത് സമത കാട്ടാമ്പാലും സമത കണ്ടാണശ്ശേരിയായിരുന്നു. നല്ല കിടിലം കളിയായിരുന്നു ഫൈനലുണ്ടായിരുന്നത്. കളി കഴിഞ്ഞിട്ട് സമത കാട്ടാമ്പാൽ കപ്പെടുത്തു. പിന്നെ കപ്പ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടന്നു. ഇത് മെഡൽ കൊടുക്കണ എൻ്റെ അളിയൻ കൂടിയായിട്ടുള്ള നിഹാദ്, ബെസ്റ്റ് ഫീൽഡറായിരുന്നു ടൂർണമെൻറ്റിലെ. അത് കഴിഞ്ഞ് ജയിച്ച ടീമിനുള്ള കപ്പൊക്കെ കൊടുത്തു. അവരെ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. സംഭവം ഇത് വേറെ ടീമാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആബിദിക്കും താജും ഷിയാവൊക്കെയാണിത്. അവരോടൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ റൂമിലേക്ക് പോയി. രാത്രി ഒട്ടും ഉറങ്ങാത്തതിന് ക്ഷീണം നല്ല ഉണ്ടായിരുന്നു. റൂം എത്തിയത് ഓർമ്മയുള്ളൂ. നല്ലൊരു ഉറക്കം, ഫുൾ ഡേ ഉറങ്ങി.